ഒരുപാട് വീഡിയോയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നമ്മൾ പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്, സ്വെല്ലിംഗ് ആണ്. മുഖത്ത് കൂടെ ആകെ നീരിറങ്ങിയിട്ട് ചിലവരെ കണ്ണ് കാണാതെ മുഖമൊക്കെ വീർത്ത് വീങ്ങിയൊക്കെ കാണുന്നുണ്ട്. ഞാൻ ചെയ്ത ക്ലിനിക്കിൽ വിളിക്കുമ്പോൾ അവർ പറഞ്ഞത് ഒരു 10 days ലീവ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് പുറത്തിറങ്ങി പണിക്ക് പോകാന്നുള്ളതാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് നമ്മൾ അവിടുന്ന് പോരുമ്പോൾ നമുക്ക് തന്നെ ക്യാപ്പാണ്. ഈ ക്യാപ്പ് തലയിൽ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അധിക ആളുകൾക്കുള്ളൊരു സംശയമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ ആദ്യ ദിവസങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സെക്കൻഡ് സെറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള 6ാമത്തെ ദിവസമാണ് കേട്ടോ. ഇതിന് 2 വർഷം മുമ്പ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ 4000 ഗ്രാഫ്റ്റ് വെച്ചിട്ടാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. ഈ 2 ട്രാൻസ്പ്ലാന്റേഷൻ ഞാൻ ചെയ്തത് കോയമ്പത്തൂർ വെച്ചിട്ടാണ്. കോയമ്പത്തൂർ പോയി ചെയ്യാനുള്ള കാരണം വെച്ചാൽ കേരളത്തിലെ റേറ്റ് തന്നെയാണ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ചെയ്തത്. ഞാൻ ഖത്തറിലെ സമയത്താണ് എനിക്ക് വാൾനസ് തുടങ്ങിയത്. അന്ന് ഞാൻ ഒരുപാട് ക്ലിനിക്കുകൾ അന്വേഷിച്ച് നടന്ന് ലാസ്റ്റ് നാട്ടിലെത്തിയിട്ട് നാട്ടിലും ക്ലിനിക്കുകളിലൊക്കെ പോയി നോക്കി. അപ്പോൾ ആ സമയത്ത് എനിക്ക് കോയമ്പത്തൂരിന്റെ റേറ്റിന്റെ 3 ഇരട്ടിയോളം റേറ്റ് ആണ് കേരളത്തിൽ തോന്നിയത്. റിസൾട്ടിലും വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ അവിടുന്ന് വീഡിയോസും റിവ്യൂസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ കോയമ്പത്തൂരുള്ള HNS എന്ന് പറഞ്ഞ ക്ലിനിക്കിൽ പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് 4000 ഗ്രാഫ്റ്റ് മുകളിൽ അതിൽ നല്ല സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് സെറ്റ് ഞാൻ വേറെ എവിടെ അന്വേഷിക്കാതെ നേരെ ആ ക്ലിനിക്കിലേക്ക് തന്നെ പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ പറഞ്ഞിട്ട് നിർത്തിയതാണ്. അപ്പോൾ അതിനുശേഷമുള്ള ഈ ഒരു 6 ദിവസം എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അറിയാലോ, കോയമ്പത്തൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 മണിക്കൂറിന്റെ റണ്ണിങ് ഉണ്ട്. കാറിൽ ഇതുപോലെയാണ് കടന്നത്. കുറച്ച് ചെരിഞ്ഞിട്ട് ബാക്കിൽ ചെറിയൊരു ക്ലോത്ത് വെച്ചിട്ടാണ് നീരൊന്നും വണ്ടിയിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് നാട്ടിലേക്ക് എത്തിയത്. ആ സമയത്ത് തന്നെ ക്രൗഡ് ഏരിയ കാറിന്റെ സീറ്റിൽ തട്ടില്ലെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. രാത്രി വീട്ടിലെത്തിയിട്ട് അവിടെ കിടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഒരു തലയണയുടെ മുകളിൽ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ സീറ്റ് വിരിച്ചിട്ട് അതിന്റെ മേലെ ചെറിയൊരു ക്ലോത്ത് വെച്ചിട്ട് അതുമേലാണ് തല വെച്ച് കിടന്നത്. കാരണം കഴിഞ്ഞ തവണ എനിക്കൊരു തലയണ നഷ്ടപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഞാൻ നേരെ തലയണയുടെ മേലെ ചെറിയൊരു ക്ലോത്ത് വെച്ചിട്ട് അതിലാണ് കിടന്നത്. നേരെ മുതലത്തെ എഴുന്നേറ്റപ്പോൾ തലയണ വരെ നമുക്ക് ആ നീര് വന്ന് തലയണ മൊത്തം നശിച്ചു പോയി. പിക്കുരാനയുടെ മേലെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് സീറ്റ് വെച്ചിട്ട് അതിന്റെ മേലെ ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തത്. ക്രൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ എന്താ നമുക്ക് നേരെ കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മള് തലയിണ നമ്മളെ ഈ കഴുത്തിന്റെ ഭാഗത്തേക്ക് ആക്കി വേണം കിടക്കാൻ. നമ്മളെ ക്രൗൺ ഏരിയ എവിടെയും തട്ടില്ലാന്ന് ഫുള്ള് ഉറപ്പ് വരുത്തിയിട്ടേ കിടക്കാൻ പാടുള്ളൂ. കാരണം ഫസ്റ്റ് ദിവസമൊക്കെ പറഞ്ഞാൽ ആ ഗ്രാഫ്റ്റ് അവിടെ പിടിച്ചിട്ടില്ല. നമ്മൾ തലവേണയിലൊന്നും വരുത് എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ഗ്രാഫ്റ്റ് നമുക്ക് നഷ്ടമാവും. എടുത്ത പണിയൊക്കെ വെറുതെ ആവും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ ഞാൻ കിടന്നത്. തിരിയാതെ മറിയാതെ ഒക്കെ കിടന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അവസ്ഥ ഇതാട്ടോ. നീര് കണ്ടെങ്കിൽ ഇത്രയും നീര് നമുക്ക് ഇതുമുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണത്തെ അത്ര ഇല്ല കേട്ടോ. കഴിഞ്ഞ തവണ ഫ്രണ്ട് ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം ഗ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. അന്ന് 4000 ഗ്രാഫ്റ്റ് എടുത്തത്. ഇപ്പോൾ നമുക്ക് എടുത്തത് വെറും 1500 ഗ്രാഫ്റ്റ് ആണ്. അതിന്റെ ആ ഒരു കാറ്റിന്റെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ നീരും കുറച്ച് കുറവേനും കഴിഞ്ഞ ഒരു നല്ല നീരുണ്ടായിരുന്നു തലേണ വരെ. അതുപോലെ തന്നെ ഈ തുണിക്കാശ് നമ്മൾ 2 ദിവസം കൂടി ഇതുപോലെ വെക്കേണ്ടി വരും. കാരണം അടുത്ത സെക്കൻഡ് ഡേ നമുക്ക് ചെറിയൊരു സ്വെല്ലിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. അതും ഈ തലേണ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. തലേണയിൽ കിടക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ തലേണയിൽ കിടക്കാൻ വലിയ സുഖമൊന്നുമില്ല. കാരണം ഇതിന് മുന്നേ മുട്ട അടിച്ചതൊക്കെ അറിയാൻ നോക്കും. മുടി ഉള്ളപ്പോൾ കിടക്കുന്ന പോലെ അല്ല മുടി ഇല്ലാത്തപ്പോൾ. മുടി വടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാറമ്മൽ എങ്ങനെയാണ് കിടക്കുന്നത് ആ ഒരു ഫീലിലേക്ക് ഉണ്ടാവുക. അപ്പൊ ഏതായാലും പിറ്റേന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കിന്റെ കണക്ക് പ്രകാരം Day 1 എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ദിവസവും പിറ്റേ ദിവസം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി എഴുന്നേക്കുന്നതാണ് Day 1. അങ്ങനെ 6 ദിവസത്തേക്കുള്ള പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ Day 1 ഞാൻ പറയാം. രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷം നമ്മുടെ മുകൾ ഭാഗം ക്രൗൺ ഏരിയ ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞത്, വെച്ച ഭാഗം. എന്നിട്ട് എന്ത് ചെയ്യുക, സലൈൻ വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്യണം. അതേപോലെ അങ്ങനെ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വെച്ച ഭാഗത്ത് ഒരിക്കലും കൈ കൊണ്ട് തൊടാൻ പാടില്ല കേട്ടോ. അത് 7 ദിവസം കഴിഞ്ഞ് ഹെഡ് വാഷിനൊന്ന് മാത്രമേ നമുക്ക് അവിടെ തൊടാൻ പാടുള്ളൂ. സലൈൻ വാട്ടർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ബാക്ക് പോർഷൻ എടുത്ത ഏരിയയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യുക, അവർക്ക് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ അയച്ചു കൊടുക്കുക, നമ്മളെ പേര്, അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഡേറ്റ്, അതുപോലെ എത്രാമത്തെ ദിവസം എന്നുള്ളത് അയച്ചു കൊടുക്കുക. ഇങ്ങനെ അയച്ചു കൊടുത്താൽ അവിടെ കമന്റ് വരും നമുക്ക്, നമ്മൾ ഗുഡാണ് അല്ലെങ്കിൽ NS കുറച്ചുകൂടി സ്പ്രേ ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് കമന്റ് വരും. അതെന്താ വെച്ചാൽ അവർ വീക്ഷിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വെച്ച ഭാഗത്ത് നിന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫോട്ടോ അയച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ബാക്ക് പോർഷനിൽ നമുക്ക് ഓയിൽമെന്റ് അപ്ലൈ ചെയ്യാം. പിന്നെ ഓരോ മണിക്കൂർ നമ്മൾ സലൈൻ വാട്ടർ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടതുണ്ട് നമ്മളിവിടെ വെറ്റാക്കി നിർത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് 500 ml ഒരു ബോട്ടിൽ സലൈൻ വാട്ടർ അവിടുന്ന് തരും. പിന്നെ ബാക്കി 5 ബോട്ടിൽ സലൈൻ വാട്ടർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സ്പ്രേ ചെയ്യാനുള്ള ബോട്ടിലും നമ്മൾ കരുതണം. ഇതിൽ ഞാൻ കണക്കൂട്ടി എങ്ങനെ വെച്ചാൽ 500 ml ഒരു ബോട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 12 ആക്കി ഡിവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് രാവിലെ 8 മണിക്ക് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി 8 മണി വരെ സ്പ്രേ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഓരോരോ മണിക്കൂർ വെച്ച് എടുക്കുകയാണെങ്കിൽ 12 മണിക്കൂർ വരും. 12 മണിക്കൂർ ഞാൻ 500 ml ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു 41.5 മില്ലിയൊക്കെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അത്ര പോകുന്നൊരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടാണ് സ്പ്രേ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒരു ബോട്ടിൽ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. നന്നായിട്ട് ഒലിച്ചിറങ്ങുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ ഫാനിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് നമുക്കത് ഡ്രൈ ആക്കി എടുക്കാം.
അപ്പോൾ സലൈൻ വാട്ടർ യൂസ് ചെയ്യേണ്ട മനസ്സിലായാലോ, ഓരോ മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് നമ്മൾ യൂസ് ചെയ്യണം. അത് അലാറം വെച്ചിട്ട് എങ്ങനെ വെച്ചാൽ എഴുന്നേറ്റ് ചെയ്ത് നിർബന്ധമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രാഫ്റ്റിനാണ് പ്രശ്നം, നമ്മൾ കെയർ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യമാണ് സ്വെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് വീഡിയോയിൽ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്, സ്വെല്ലിംഗ് ആണ്. മുഖത്ത് കൂടെ ആകെ നീരിറങ്ങിയിട്ട് ചിലവരെ കണ്ണ് കാണാതെ മുഖമൊക്കെ വീർത്ത് വീങ്ങിയൊക്കെ കാണുന്നുണ്ട്. എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഞാൻ അന്ന് 3-ാമത്തെ ദിവസമാണ് ഇട്ട്. എനിക്ക് സ്വെല്ലിംഗ് പറഞ്ഞ സാധനം ശരിക്കും ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ എനിക്ക് ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് സ്വെല്ലിംഗ് ഇല്ലാതിരിക്കാൻ മെയിൻ ചെയ്യേണ്ട കാര്യം വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. എത്രയും കഴിയുന്ന അത്രയും വെള്ളം കുടിക്കുക, അത് മൂത്രമൊഴിച്ച് ഇങ്ങനെ പോയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ഈ നീരും അതിനോടൊപ്പം തന്നെ പോകും. അങ്ങനെയാണ് നമ്മുടെ നീര് ശരിക്കും പോകുന്നത് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ മാക്സിമം വെള്ളം കുടിക്കുക. ഞാൻ ഓരോരോ മണിക്കൂർ എഴുന്നേൽക്കുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളം കുടിക്കും. പിറ്റത്തെ മണിക്കൂർ മൂത്രമൊഴിക്കാനുള്ള രീതി തന്നെ വെള്ളം കുടിക്കുന്നുണ്ട്. എനിക്ക് സ്വെല്ലിംഗ് ഉണ്ടായത് ഞാൻ പറഞ്ഞുതരാം. ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ കിടക്കണം. അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്ക് പെയിൻ ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് പറഞ്ഞാൽ പറ്റ ക്ഷീണിതനായതുകൊണ്ട് നേരെ വന്ന് കിടന്ന് അതിൽ ഉറങ്ങിപ്പോയി. പക്ഷെ പിറ്റത്തെ ദിവസം, അതായത് എൻ്റെ സെക്കൻഡ് ഞാൻ ഉറങ്ങാൻ നേരത്തെ എനിക്ക് നേരെ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അതിൽ ഞാൻ കുറച്ച് സമയത്താ ഇതിൽ കാണുന്ന പോലെ ചെരിഞ്ഞ് കടന്ന്, ഗ്രാഫ്റ്റ് തലയിണയിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ ഞാൻ കടന്ന് 2 സൈഡിലേക്കും തിരിഞ്ഞും മറിഞ്ഞും കടന്നതിന് കുറച്ചു നേരം ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയിന്. അപ്പോൾ അതിൽ പറ്റിയതാണ്. ഒരു സൈഡിലേക്ക് കുറച്ച് തോന്നെ നേരം കടന്നു തോന്നുന്നത്. പിന്നെ ഞാൻ നേരെ തന്നെയാണ് കടന്നത്. പക്ഷെ ആ സൈഡ് ചെറുതായിട്ടൊന്ന് നമുക്ക് സ്വെല്ല് ചെയ്ത് ഇവിടെ ഇങ്ങനെ വീക്ക് വന്നിന്, ഈ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിൽ. അപ്പം അത് ആകെ ഒരു ദിവസം പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, ഫോട്ടോയിൽ ഇങ്ങനെ കറക്റ്റ് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് സ്വെല്ലായി വന്നത്. അത് അന്ന് മാത്രമേ കണ്ടുള്ളൂ, പിറ്റേന്നൊക്കെ കണ്ടോന്നില്ല. പിന്നേക്കാണ് നേരെ തന്നെ കടന്നത്. അതുപോലെ തന്നെ നമ്മൾ രാവിലെയൊക്കെ കിടക്കുന്ന മാക്സിമം ഒരു 40 ഡിഗ്രി ചെരിഞ്ഞ് കിടക്കാൻ നോക്കുക, എന്നാലും സെല്ല് താഴേക്ക് ഇറങ്ങി വരിക. അങ്ങനെയാണ് കിടക്കുന്നത്. നേരെ മുകളിലേക്ക് കിടക്കില്ല, കുറച്ചൊന്ന് ചെരിഞ്ഞെടുക്കാം. അത് വെച്ച് തല താഴേക്ക് ഒരിക്കലും വരരുത്, തല നേരെ മേലൊക്കെ തന്നെ ആയിട്ട് വരണം കേട്ടോ. പിന്നെ ഓരോരോ ക്ലിനിക്കിനും ഭക്ഷണക്രമങ്ങൾ ഓരോ രീതിയിലാണ് കേട്ടോ. ചിലവർ എല്ലാം കഴിക്കാന്ന് പറയും. ഞാൻ ചെയ്ത ക്ലിനിക്കിൽ നിന്ന് എന്നോട് പറഞ്ഞത് ചിക്കന്, നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കാനാണ് ഒരു 20 ദിവസത്തിന്. അതുപോലെ തന്നെ പഴങ്ങളിലും മാംഗോ, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പഴങ്ങളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഹീറ്റ് ആവാതിരിക്കാണ്. ഇപ്പൊ ചിക്കനൊക്കെ അറിയാലോ, നല്ല ഹീറ്റുള്ള സാധനമാണ്. കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഹീറ്റ് ആവും. അതുപോലെ തന്നെ മാംഗോ ഒക്കെ ഹീറ്റാണെന്ന് ഇപ്പോഴേ പറയുമ്പോഴേ അറിയുന്നത് കേട്ടോ. അപ്പൊ ആ സാധനങ്ങളൊക്കെ കഴിക്കാതെ ഒരു 20 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഹീലായൊക്കെ വരും. അതുപോലെ തന്നെ നമുക്ക് മെഡിസിൻ തരുന്ന പറഞ്ഞാൽ 1 വീക്കിനാണ്. മെഡിസിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ വീഡിയോ ആണ്. അത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും ഈ മെഡിസിൻ എന്തിനൊക്കെ വേണ്ടിയുള്ളതാണ്, നമുക്ക് ഉപദ്രവമാണെന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ മെഡിസിൻ ഉപയോഗിക്കണമെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് സ്വെല്ലിങ് പോകാൻ, അതുപോലെ തന്നെ നമുക്ക് ഹിച്ചിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ അതും ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ അതൊരു 1 വീക്കിനേ ഉള്ളൂ. 1 വീക്ക് കഴിഞ്ഞ് നമുക്ക് മെഡിസിനും കാര്യങ്ങളൊന്നും ഇല്ല. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ക്ലിനിക്കിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു 10 ഡേയ്സ് ലീവ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് പുറത്തിറങ്ങി പണിക്ക് പോകാന്നുള്ളതാണ്. ഈ ഒരാഴ്ച പുറത്തേക്ക് ഇറങ്ങാതിരിക്കണം എന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം, ഇന്നലെ 5-ാമത്തെ ദിവസം എന്റെ കസിന്റെ മാരേജ് ആയിരുന്നു. പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത്, ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് നമ്മൾ അവിടുന്ന് പോരുമ്പോൾ നമുക്ക് തന്നെ ക്യാപ്പാണിത്. ഇതുപോലെ 2-3 ക്യാപ്പ് കൂടി വാങ്ങിച്ചിട്ട് ഈ ക്യാപ്പ് തലയിൽ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഭാഗത്തേക്ക് പൊടി കയറി അലർജിയും കാര്യങ്ങളും വരാതിരിക്കാനിത്. അപ്പൊ അങ്ങനെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങാനൊക്കെ പറ്റും. അതിനൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സലൈൻ വാട്ടർ യൂസ് ചെയ്യാൻ മറക്കരുത്, വെള്ളം കുടിക്കാനും മറക്കരുത്. സലൈൻ വാട്ടർ 1 മണിക്കൂറിൽ നമ്മൾ ഇടവിട്ടിട്ട് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ എങ്ങനെ ഗ്യാപ്പിൽ ചെറുതായിട്ട് നമ്മൾ ഈ മുകൾ ഭാഗമാണ് മാക്സിമം നമ്മൾ വെറ്റാക്കി വെക്കേണ്ടത്, അവിടെ ഡ്രൈ ആവാതെയാണ് നോക്കേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഇതുവരെയുള്ള ദിവസങ്ങൾ വരുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.